ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്ന വിധം ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കിയാലോ? ഇതിലൂടെ നമുക്ക് ന്യൂ വേർഡ്സ് മനസ്സിലാക്കാനും അതുപോലെ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പോകാം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ. ഒരു പാത്രത്തിൽ ഗോതമ്പ് പൊടിയും ഒരു നുള്ളുപ്പും മിക്സ് ചെയ്യുക. മിക്സ് വീറ്റ് ഫ്ലോർ ആൻഡ് എ പിഞ്ച് ഓഫ് സാൾട്ട് ഇൻ എ ബൗൾ. മിക്സ് വീറ്റ് ഫ്ലോർ ആൻഡ് a pinch of salt in a bowl. മൃദുവായ മിശ്രിതം ഉണ്ടാക്കാൻ വെള്ളം ചേർക്കുക. Add water to form a soft dough. Add water to form a soft dough. മിശ്രിതം സോഫ്റ്റ് ആകുന്നത് വരെ കുഴയ്ക്കുക. തുടർന്ന് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. Knead the dough until smooth. Then rest for 15 minutes. Knead the dough until smooth. Then rest for 15 minutes. മിശ്രിതത്തിൽ നിന്ന് ചെറിയ ഉരുളകൾ ഉണ്ടാക്കുക. Make small balls from the dough. Make small balls from the dough. കനം കുറഞ്ഞതും വൃത്താകൃതികളിലേക്കും ഉരുളകൾ ഉരുട്ടുക. Roll the balls into thin round shapes. Roll the balls into thin round shapes. ചപ്പാത്തി പാനിലിട്ട് വേവിക്കുക. Put the chapati on the pan and cook. Put the chapati on the pan and cook. ചപ്പാത്തി പഫ് ആകുന്നത് വരെ വേവിക്കുക. Cook until the chapati puffs up. Cook until the chapati puffs up. മറുവശം വേവിക്കാൻ ഇത് മറിച്ചിടുക. Flip it over to cook the other side. Flip it over to cook the other side. അത് പഫ് ചെയ്യാൻ സഹായിക്കുന്നതിന് ചെറുതായിട്ട് അമർത്തുക. Press lightly to help it puff. Press lightly to help it puff. എല്ലാ ചപ്പാത്തികളും ഈ രീതിയിൽ വേവിക്കുക. Cook all the chapatis this way. Cook all the chapatis this way. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചപ്പാത്തിയിൽ വെണ്ണയോ നെയ്യോ പുരട്ടുക. If you like, apply butter or ghee to chapatis. If you like, apply butter or ghee to chapatis. നിങ്ങളുടെ പ്രിയപ്പെട്ട കറിയുടെ കൂടെ ചൂടുള്ള ചപ്പാത്തീസ് വിളമ്പുക. Serve the warm chapatis with your favorite curry. Serve the warm chapatis with your favorite curry.